പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയില്ലേ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് വരാം. ഇത്രയധികം പാത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ബർത്തിൻ്റെ മുകളിലുള്ള എല്ലാം താഴോട്ട് വലിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് കുറേ അങ്ങനെ അതെ അലോവേര 3 ചട്ടി അലോവേര ഞാൻ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേസ്. അതിൽ നിന്ന് ഒരു ചട്ടി കാണുന്നില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ചട്ടി ആന്തോറിയം കളവ് പോയി. ഈ വർഷം ഒരു ചട്ടി ആന്തോറിയം കളവ് പോയി. ആരാ കള്ളന്മാർ കട്ടുപോയതൊന്നും അറിയില്ല. കട്ടുപോയവർക്ക് ഗുണം പിടിക്കട്ടെ അല്ലേ. അതെ, നമ്മുടെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ പഴയതാണ്, നിങ്ങളെല്ലാം കണ്ടതാണ്. എങ്കിലും ഇപ്പോഴത്തെ കാഴ്ചകൾ കണ്ടില്ലേ. ക്രോട്ടൺ പ്ലാന്റ്. അപ്പം അത് അങ്ങനെ കയറി ഞാൻ ടെറസിൻ്റെ മുകളിലെത്തിയത്. നോക്കിക്കേ, 4-5 ദിവസമേ ആയിട്ടുള്ളൂ മഴ മാറിയിട്ട്. അപ്പം തന്നെ എല്ലാം ഉണങ്ങി ചുറ്റിച്ചുരുണ്ടതാ പൊടിയൊക്കെ ആയി. എന്താ പറയുക, പഴയ വേനൽക്കാലം പോലെ തന്നെ ഉണ്ട്. അയ്യോ പാവം. എന്താ പച്ചമുളകെല്ലാം ഇവിടെ ഉണങ്ങിയിട്ടും ചീഞ്ഞിട്ടും ഒക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, എല്ലാം പോയി, എല്ലാം അലങ്കോലമായി പോയി. ഇതിലെല്ലാം പച്ചമുളകുണ്ട്. ഇന്നലെ ജ്യോതി കയറിയിട്ട് കുറച്ച് പറിച്ചു. ഇത് ചള്ളാൻ തോന്നുന്നു മൂത്തിട്ടുണ്ട്. ഇത് ആമിക്ക് കൊടുക്കാം. ഇതെ സ്വീറ്റ് പൊട്ടാട്ടോ, അതായത് ബത്താസ് എല്ലാം ഉണങ്ങി. ഇത് ഇനി പറിക്കാനായി എന്ന് തോന്നുന്നു. ഇത് പിന്നെ ഇനി ചാക്കിന്നെല്ലാം മാറ്റിയിട്ട് നമുക്ക് പറിച്ച് നോക്കാം ഉണ്ടോ ഇല്ലേ. ചേമ്പിന് ഒന്നും പറ്റിയിട്ടില്ല. ചേമ്പ് അടിപൊളിയായിട്ടുണ്ട്. ചേമ്പിന് ഉമ്മാൻ്റെ ശരിക്കും മാറിയതിന് ശേഷം ഉമ്മ എന്നെ കയറിയിട്ട് പറിക്കും ഇൻഷാ അല്ലാ. കണ്ടോ, ചേമ്പ് അടിപൊളിയായിട്ടുണ്ട്. ഇത് കാന്താരിയാണേ. ചേമ്പിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. വീഡിയോ കാണുമ്പോൾ ഉമ്മാക്ക് സമാധാനമാവുമല്ലോ, ഉമ്മാൻ്റെ ചേമ്പൊന്നും ആയിട്ടില്ല എന്ന്. ചേമ്പെല്ലാം നല്ലോണം കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം താഴെ വെക്കാതെ പന്നീനെ പേടിച്ചിട്ടാണ്. മുകളിൽ വെച്ചപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യവും അതുപോലെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പച്ചമുളകൊന്നും ആയിട്ടില്ല. അങ്ങോട്ടെന്ന് പറയാൻ നല്ല വെയിലാണ്, ഉപ്പ് വെയിലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ടാവാൻ. അതിൽ നല്ല ഇഷ്ടം പോലെ പറിച്ചതാണ്, കുഴപ്പമില്ല ഉണങ്ങിയാലും. വെണ്ടയിലും മൂത്ത് പോയിട്ടുണ്ട് കാടായിട്ട്. അങ്ങോട്ട് കുവ ഒരു 4-5 ചാക്കിലായിട്ട് വെച്ചിട്ടുണ്ട്. കുവക്കിഴങ്ങ് മാങ്ങയെല്ലാം ഉണ്ടായി കഴിഞ്ഞു കേട്ടോ. ഒന്നും പഴുത്ത് കിട്ടിയിട്ടില്ല, എല്ലാം പച്ചേനെ കിട്ടി. പഴുക്കുമ്പം പുഴുവാന്ന് നിറയെ, മാങ്ങൻ്റെ അകത്ത് പുഴു. അപ്പോൾ നമ്മളെന്താ ചെയ്തത്, പച്ച പറിച്ചു, മീൻ കറിയെല്ലാം വെച്ചു, പച്ച മാങ്ങ ഇട്ടിട്ട്. പിന്നെ നമ്മുടെ റംബൂട്ടാൻ ഇവിടുന്ന് കാണുന്നുണ്ടോ? അത് കണ്ടോ, കണ്ടില്ലേ. റംബൂട്ടാൻ പഴുത്തിട്ടില്ല, പഴുക്കാറാവുന്നേ ഉള്ളൂ. എന്നാലും മാഷാ അല്ലാ ഉമ്മാൻ്റെ കൈ കൊണ്ട് നട്ട് വെച്ചതെല്ലാം കായ്ച്ചതാണ്. പേരയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. അപ്പം ഇനി നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം. എൻ്റെ ചെടികളുടെ അവസ്ഥയൊക്കെ കണ്ടാലോ? കുറേ ആയില്ല എല്ലാം കണ്ടിട്ട്. അപ്പം ബോറടിക്കണ്ട കേട്ടോ. ഞാൻ വീണ്ടും കാണിച്ചതന്നെ കാണിക്കുന്നതെന്ന് വെച്ചിട്ട് പിന്നെ എന്താ കാണിക്കാനൊന്നും ഇല്ലല്ലോ. എവിടെയെങ്കിലും ഇപ്പം പുറത്തൊന്നും പോവാതെ കുറേ ആയി. പക്ഷെ എന്നാൽ പുറത്തെല്ലാം പോകുമ്പം കാണിക്കാം. അപ്പം വരും, നമുക്ക് നേരെ താഴോട്ട് പോകാം. അങ്ങനെ ഇത് ഞാൻ താഴോട്ട് ഇറങ്ങിയത്. ഇവിടെയും ഒരു കൂനം കുവ്വയാണ് കേട്ടോ, കുവക്കിഴങ്ങ്. പിന്നെ പയറൊക്കെ ഉണ്ടായി കഴിഞ്ഞു. എല്ലാം വീണ്ടും ഇനി മഴക്കാലമെല്ലാം കഴിഞ്ഞിട്ട് പയറൊക്കെ ഉണ്ടാക്കാം ഇൻഷാ അല്ലാ. കണ്ടില്ലേ, നമ്മുടെ ആമിപ്പെണ്ണിന്
ഒന്നോ രണ്ടോ ഇങ്ങനെ ഉണ്ടായിട്ട് കിട്ടും പയറ്. ചായാമെൻസ ഒന്നും ഇപ്പം ആർക്കും വേണ്ട. അത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി ചീരയാണ്. വറവുണ്ടാക്കാനും കറി ഉണ്ടാക്കാനും പരിപ്പിലൊക്കെ ഇട്ടിട്ട് വെക്കാനെല്ലാം നല്ല അടിപൊളിയാണ്. പിന്നെ അതെ നമ്മുടെ ചെടികളുടെ എൻ്റെ കുഞ്ഞു ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ക്രോട്ടൺ പ്ലാന്റൊക്കെ ഉമ്മ വെറുതെ ഇങ്ങനെ കുത്തി വെച്ചതാണ്. അല്ല നല്ല ബുഷിയായിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അഗ്ലോണിമ, കലാത്തിയ, ഡൈസി, ഡൂയിസി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ആന്തോറിയം. ഇതാണ് മക്കളെ വില്ലൻ, നമ്മുടെ ഒജീനിയ പ്ലാന്റ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ചുമന്ന ലീഫ്, അതായത് ഇളയ ലീഫ് ഇങ്ങനെ ചുമന്നിട്ട് വരും. അപ്പോൾ കുരങ്ങെല്ലാം നശിപ്പിച്ചു. കാരണം അവർക്കിങ്ങനെ ചുവപ്പ് കാണുമ്പോൾ എന്താണെന്നറിയില്ല, ദേഷ്യം വരുന്നത് പോലെ ഇപ്പം എല്ലാം നശിപ്പിച്ചതാണ്. ഇപ്പം എന്തോ ഭാഗ്യത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട്, ചുമന്ന ലീഫൊന്നും കളയാതെ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പം മഴയായതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല കാലാവസ്ഥയെല്ലാം മാറിയിട്ട് നല്ല അടിപൊളി കാലാവസ്ഥയായി. ഇതും ഞാൻ ഇന്നാൾ കാണിച്ചിട്ടില്ലേ, കുരങ്ങ് നാശപ്പെടുത്തിയിട്ടെല്ലാം നശിപ്പിച്ച് കളഞ്ഞത് വീണ്ടും വന്നു നമ്മുടെ ഈ പ്ലാന്റ്. അടിപൊളിയായി, മാഷാ അല്ലാ, എനിക്ക് ഒത്തിരി സന്തോഷമായി. നമ്മുടെ റോസ്, ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെയും കണ്ടു വരുന്ന നാടൻ റോസ്. പിന്നെ ഡ്രസ്സീനിയ ചെടി, നമ്മുടെ മഞ്ഞക്കോളാമ്പി, എല്ലാം ഉണ്ടായി കഴിഞ്ഞു. റോസൊക്കെ പൂവൊക്കെ ഉണ്ടായി എല്ലാം വീണ്ടും കിടക്കുന്നുണ്ട്. ചട്ടി നമ്മുടെ മലസ്ട്രോമ എല്ലാം കുറേ ഭാഗം ഉണങ്ങിപ്പോയി. ഇപ്പം ഇൻഷാ അല്ലാ എല്ലാം നല്ലപോലെ. ഇത് ജ്യോതി ഇന്നലെല്ലാം കെട്ടി വെച്ചതാണ്. ഇതെല്ലാം ഇന്നലെ ജ്യോതി ക്ലീൻ ചെയ്തതാണ്. നമ്മുടെ അയൽവാസി. താഴോട്ട് നമ്മുടെ പാൻഡ്രിഞ്ചി, അവിടെ ഉണ്ട് റോസ്, ഇത് എല്ലാം. അതെ, അങ്ങനെ താഴത്തെ ഗാർഡനിലേക്ക് ഞാൻ ഇറങ്ങി പതിയെ. നോക്കിക്കേ, അടിപൊളി പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കെന്താണെന്നൊന്നും അറിയില്ല. അറിയുന്നവർ കണ്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇത് എന്താ പ്ലാന്റ് എന്ന്. ഓക്കെ, നല്ല രസമില്ലേ. പിന്നെ നമ്മുടെ മുസാണ്ട, പിന്നെ വർട്ടിക്കനൊക്കെ എന്തെല്ലോ ആയിട്ടുണ്ട്, അലങ്കോലായിട്ടുണ്ട്. പിന്നെ റിയോ പ്ലാന്റ്. ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ, പാണ്ഡ്രിഞ്ചിയോ അല്ല കേട്ടോ, പെട്ടെന്ന് എനിക്ക് മറന്നുപോയി. പിന്നെ യൂഫോർബിയ, പിന്നെ നമ്മുടെ വാട്ടർ പോപ്പി, മഞ്ഞ കളറാണ്. ഇത് നല്ല നാടൻ റോസെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു മക്കളെ. വീണ്ടും ഇതുപോലെ ഞാൻ ഇടയ്ക്കൊക്കെ വരാം. മുള്ള വിടടാ അമ്മാ, റോസിൻ്റെ മുള്ള തന്നെ കൊന്നു വെച്ചു. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.